ഇന്ന് വളരെ സിമ്പിൾ ലഞ്ചാണ്. പരിപ്പ് കറിയും മഷ്റൂം മസാലയാണ് ഉണ്ടാക്കുന്നത്. പരിപ്പ് കറി എന്ന് പറയുമ്പോൾ ഈ പരിപ്പ് തുവരം പരിപ്പും കുറച്ച് ചെറുപയർ പരിപ്പും ഉണ്ട്, ഒരു പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി, പിന്നെ തക്കാളി റഫായിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്താൽ മതി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കൂടെ തന്നെ ഞാൻ കുറച്ച് മഖാന ചേർക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വെറുതെ പരിപ്പ് കറി എന്നല്ല, കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ, ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് ഉപ്പും ചേർത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് മഷ്റൂം മസാല ഉണ്ടാക്കാം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വലിയ മഷ്റൂമാണ് കേട്ടോ, കുറച്ച് മഷ്റൂം എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി അരിഞ്ഞെടുക്കാം. വെറുതെ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുത്താൽ മതി. ഒരു സബോള തോലൊക്കെ എടുത്തിട്ട് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഒരു പച്ചമുളക്, എരിവ് കൂടിയ പച്ചമുളകാണെങ്കിൽ 1 മതി കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില. സബോളയും നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കുക. അരിഞ്ഞെടുക്കാനായിട്ട് ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് ഉണ്ടാക്കാം. ഒരു പാത്രം വെച്ചിട്ട് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം സബോള ഇട്ട് കൊടുക്കുക. സബോള നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആവണ വരെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമുളകൊന്ന് മാറണ വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അടി പിടിക്കണം തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് വഴറ്റി കഴിയുമ്പോൾ ഈ വെള്ളം വറ്റുന്നതോട് കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമുളകൊക്കെ മാറിക്കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, എരിവിനാവശ്യത്തിന് മുളക് പൊടി, മല്ലിപ്പൊടി 1.5 ടീസ്പൂണൊക്കെ ചേർക്കാം. കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഈ മസാലയുടെ പച്ചമുളകൊന്ന് മാറണം. ഇതുപോലെ തന്നെ ഇതിലും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേഗം തന്നെ പച്ചമുളകൊക്കെ മാറി വഴണ്ട് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കണം മഷ്റൂം ചേർത്ത് കൊടുക്കാം. മഷ്റൂം ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക. നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഇതിലാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് പരണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റാം. മഷ്റൂം വേവിക്കാനായിട്ട് നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ മഷ്റൂമിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം വരും. പിന്നെ നമ്മൾ മഷ്റൂം മസാലയല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ വെള്ളം ഒരുപാട് ആവശ്യമില്ല. അപ്പോൾ അത് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കാം. അപ്പോൾ കണ്ടോ, ഇപ്പോൾ തന്നെ നിറയെ വെള്ളം വന്നു. വെള്ളമൊന്നും ഞാൻ ഒഴിച്ചിട്ടില്ല. ഇനി വെള്ളം ഒന്നും കൂടി ഒന്ന് വറ്റണം. അപ്പോൾ ഒന്നും കൂടി നമുക്ക് മൂടി വയ്ക്കാം. ഒന്നും കൂടി മൂടി വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരം കൂടെ തുറന്ന് നോക്കാം. അപ്പോൾ കണ്ട വെള്ളമൊക്കെ ഏതാണ്ട് വറ്റിയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു മസാല പരുവന്നെ ആയിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. നമ്മുടെ മഷ്റൂം മസാല റെഡി ആയിട്ടോ. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ പരിപ്പ് വെന്തോ നോക്കാം. പരിപ്പ് എന്താ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു കയ്യിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. അപ്പോഴാണ് എല്ലാ പരിപ്പും ഈ തക്കാളിയും വെളുത്തുള്ളിയൊക്കെ അത് ഉടച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല തിക്കായിട്ട് വരും കറി. ഉപ്പൊക്കെ നോക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വറുത്തിടാം. വറുത്തിടാനായിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കടുകും കുറച്ച് ജീരകവും കൂടിയിട്ട് വറുത്തിടാം. പിന്നെ ഒരു ഉണക്കമുളക്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ കരിഞ്ഞു പോവേ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ കറിക്ക് കണ്ട നല്ല കളറും വരും, എന്നാൽ വല്ലാണ്ട് എരിവും ഉണ്ടാവില്ല. നമ്മുടെ പരിപ്പ് കറിയും റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമല്ലേ ഈ പരിപ്പ് കറി? അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പരിപ്പ് കറി തന്നെയാണ്, പക്ഷേ ഇതിൽ ഞാൻ സ്പെഷ്യലായിട്ട് മഖാന ചേർത്തു എന്നുള്ളൂ. അതിൻ്റെ ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്, പക്ഷേ നല്ല സ്വാദുണ്ട് കേട്ടോ. അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി വേണമെങ്കിൽ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിൽ. അപ്പോൾ കൂടുതൽ എക്സ്ട്രാ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതിൽ പരിപ്പ് കറി അധികം എരിവൊന്നുമില്ല, നല്ല സിമ്പിളായിട്ട് കറിയാണ്. എന്നാൽ മഷ്റൂം കുറച്ച് സ്പൈസിയാണ്. അപ്പോൾ നമുക്കിത് ചോറിൻ്റെ കൂടെയും കഴിക്കാം, അതല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയാൽ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും നല്ലതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം.